നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്രാക്ടിക്കൽസ് എളുപ്പമാർഗ്ഗങ്ങളെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് ഫുൾ പ്രാക്ടിക്കൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. പ്രാക്ടിക്കൽസ് ചെയ്യിപ്പിച്ചേക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കാൽക്കുലേഷൻ ഗ്രാഫും എല്ലാം. എന്നാൽ കൂടി ഷോർട്ടായിട്ടുള്ള നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ചും പ്രാക്ടിക്കൽസ്. ഹെലിക്കൽ സ്പ്രിംഗ് ഉണ്ട്, അതിനകത്ത് രണ്ടുണ്ട്. ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉണ്ട്, ഓസിലേഷൻ മെത്തേഡ് ഉണ്ട്. രണ്ടും ആയിക്കോട്ടെ. അതിനകത്ത് നമ്മൾ രണ്ടിനകത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഈ കെ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത് ഇപ്പം സ്പ്രിംഗ് കോൺസ്റ്റന്റ് സ്പ്രിങ്ങിനനുസരിച്ചായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് കിട്ടുന്നത് സ്പ്രിങ്ങിനെ അടിസ്ഥാനമാക്കിയ. ഇപ്പം സ്പ്രിംഗ് നല്ല സ്പ്രിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പഴകിയതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വെയിറ്റ് ഹാങ്ങറൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഉത്തരവെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം ഒരു 10നും 80നും 10നും 80നും ഇടയിൽ ഉത്തരം ആയിരിക്കും ഒരു 99% സ്കൂളിലെയും ഹെലിക്കൽ സ്പ്രിംഗിൽ നിന്ന് കിട്ടുന്നത്. വളരെ അപൂർവമായിട്ട് ഞാൻ മണ്ടയ്ക്കൊട്ടൊക്കെ ഉത്തരം എടുത്തുള്ളൂ. ഒരു 10 എന്ന് കുടിക്കും, 10നും ഒരു 80നും ഇടയ്ക്ക് ഹെലിക്കൽ സ്പ്രിംഗിൻ്റെ ഉത്തരം കിട്ടും. ഇത് നിങ്ങൾക്ക് ഒരു ഇതാണ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും അറിയാം. ഇപ്പോൾ 7 പോയിന്റ് 8 പോയിന്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നം തെറ്റൊന്നും അല്ല പറഞ്ഞത്. എന്തായാലും 80ക്ക് എബവും വരത്തില്ല, 5ലൊന്നും താഴോട്ടും വരത്തില്ല. എപ്പോഴും ഒരു 10, 80 അതിനിടയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പക്ക ഉത്തരമായിരിക്കും ഈ രണ്ടെണ്ണം. ഏതൊക്കെ? ഹെലിക്കൽ സ്പ്രിംഗിൻ്റെ ഓസിലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോക്ക് വെച്ച് ചെയ്യുന്നത്, മറ്റേ ലോഡ് എക്സ്റ്റൻഷൻ വെയിറ്റ് ഹാങ്കർ വെച്ച് ചെയ്യുന്നത്, ലോഡിങ് അൺലോഡിങ് അത് വെച്ച് ചെയ്യുന്നത്. രണ്ടിനും ആയാലും ഇതേപോലെ അന്നേരം ഇത് ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ ഒറ്റ മാർക്ക് പോകത്തില്ല. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.